രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 80ലേക്ക് പ്രവേശിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസരത്തിൽ ആരോടാണ് സംസാരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. അതെ, ഭാരതത്തിൻ്റെ ജനത, അതാണ് സ്വാഭാവികമായ ടാർഗറ്റ് ഗ്രൂപ്പ്. പക്ഷേ ഈ പ്രാവശ്യം നോട്ട് ഓൺലി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബട്ട് ദി ഹോൾ വേൾഡ്, ഫോർ ദ എൻറ്റയർ വേൾഡ് ടു ലിസൺ. ലുക്ക്, ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ ദ ഗ്ലോബൽ സീൻ. അതുകൊണ്ട് രാഷ്ട്രാന്തര ബന്ധങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, തീരുവ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തുച്ഛീകരിക്കാനോ വിരട്ടാനോ പാർശ്വവൽക്കരിക്കാനോ ശ്രമിക്കുന്നു എങ്കിൽ വി വിൽ അൺലീഷ് അവർ ഇൻഹിയറൻറ്റ് സ്ട്രെങ്ത്. അവിടെയാണ് ആത്മനിർഭർ ഭാരത്, ആ ഒരു സങ്കല്പം 103 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ തൻ്റെ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചു. എല്ലാ പ്രധാനമന്ത്രിമാരുടെയും അളവിൻ്റെ കാര്യത്തിൽ, ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ആ സ്വാതന്ത്ര്യദിന സന്ദേശം എല്ലാ ടൈം ലിമിറ്റിനെയും അതിലംഘിച്ചിരിക്കുന്നു. ദർ വാസ് എ കണ്ടന്റ് ഇൻ ഇറ്റ്. ആ മെസ്സേജ് ഇതാണ്. ഒന്ന്, ഇന്ത്യ ഡൊമസ്റ്റിക് ഇക്കോണമി ഈസ് വെരി വൈബ്രൻറ്റ്. അതെ, നിങ്ങൾക്ക് തകർക്കാനാവില്ല. ഇന്ത്യക്ക് പുറത്ത് നിന്നുകൊണ്ട് ശ്രമിക്കുന്ന ശക്തികൾക്ക് തീരുവ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിയെ തകർക്കാനാവില്ല. ഞങ്ങൾ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇക്കോണമിയെ അല്ല. ചൈനയല്ല ഭാരതം. ചൈന ഗിയറപ്പ് ചെയ്തത് 1979 ചൈന ഓപ്പൺ അപ്പ് ചെയ്തതാണ്. ഡെങ് സിയാവോപിങ്ങിൻ്റെ സമയത്ത് ചൈന ഓപ്പൺ അപ്പ് ചെയ്തു. അതുമുതൽ എക്സ്പോർട്ടിലാണ് അവരുടെ ശ്രദ്ധ. ഡൊമസ്റ്റിക് ഇക്കോണമി മോശമല്ല, പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഡൊമസ്റ്റിക് ഇക്കോണമി തന്നെയാണ് പ്രധാനം. ഇൻറ്റേർണൽ കൺസംഷൻ അത് വർദ്ധിപ്പിക്കാൻ വാക്കുകൾ പോരാ, പ്രവൃത്തി വേണം. അതുകൊണ്ടാണ് GST നിരക്കുകൾ 4 നിന്നും 2 സ്ലാബിലേക്ക് മാറുന്നു. അത് മാത്രമല്ല, ഡൗൺവേർഡ് റിവിഷൻ. ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് നികുതി ഭാരം കൊണ്ട് നടുപൊടിയാതെ കാര്യങ്ങൾ ലഭ്യമാവുകയാണ്. അതുകൊണ്ട് ഡിമാൻഡ്, ഇൻറ്റേർണൽ ഡിമാൻഡ് വിൽ ബി ക്വാഡ്രപ്പിൾഡ്. നാച്ചുറലി ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ വിൽ ജമ്പ്. ഇൻറ്റേർണൽ കൺസംഷൻ, ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ. അപ്പം ഇന്ത്യയുടെ പ്രൊജക്റ്റഡ് GDP ഗ്രോത്ത് 6.5%